സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രഘുനന്ദനയേവ ദൈവതം നോ രഘുവംശോദ്ഭവയേവ ദൈവതം ന ഭരതാഗ്രജയേവ ദൈവതം നോ ഭഗവാൻ രാഘവയേവ ദൈവതം ന. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാണ്ഡത്തിലെ ജടായുസ്തുതിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സീതാപഹരണം നടന്നു കഴിഞ്ഞു. സീതയെ തിരഞ്ഞുകൊണ്ടുള്ള വനസഞ്ചാരത്തിനിടയ്ക്ക് വഴിയിൽ വച്ച് രാമലക്ഷ്മണന്മാർ ജടായു എന്ന പക്ഷിശ്രേഷ്ഠനെ കാണുകയാണ്. തകർന്നടിഞ്ഞ തേരിൻ്റെ ഭാഗങ്ങളും രാക്ഷസനെ പോലെ കിടക്കുന്ന ഒരു സത്വത്തെയും കാണുമ്പോൾ ഇത് രാക്ഷസൻ തന്നെയാവണം എന്ന് കരുതുകയാണ് രാമലക്ഷ്മണന്മാർ. ഉടനെ തന്നെ ഇവനെ കൊന്നുകളയണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആ പക്ഷിരാജൻ പേടിച്ച് മനസ്സ് വിറച്ചുകൊണ്ട് അറിയിച്ചു, കൊല്ലപ്പെടേണ്ടവനല്ല ഞാൻ, അങ്ങയെ ഭജിക്കുന്ന ഒരു ദാസൻ മാത്രം, അങ്ങയുടെ ഭക്തനുമാണ് ഞാൻ, പ്രത്യേകിച്ചും അങ്ങയുടെ അച്ഛന് പ്രിയപ്പെട്ടവനാണ്, സ്നേഹശീലനായ ജടായു എന്ന പക്ഷിയാണ് ഞാൻ. രാവണൻ എന്ന ദുഷ്ടൻ അങ്ങയുടെ പത്നിയെ കവർന്ന് ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് തടുത്തു പോരിന് ചെന്നു. രാവണൻ വല്ലാതെ വിഷമിച്ചു. അവൻ്റെ തേരും വില്ലും ഞാൻ ഖണ്ഡിച്ചു. അപ്പോൾ രാവണൻ ചന്ദ്രഹാസമെടുത്ത് എന്നെ വെട്ടി. അങ്ങനെ കനത്ത വേദനയോടെ ഞാൻ ഭൂമിയിൽ വീണുപോയി. അങ്ങയെ കണ്ട ശേഷമല്ലാതെ മരിക്കില്ല എന്ന വരം സീതാദേവിയോട് വാങ്ങി. അങ്ങ് കാരുണ്യക്കടലാണല്ലോ, എന്നെ കനിവോടെ തൃക്കൺ പാർക്കണം. അങ്ങയുടെ തൃപ്പാദങ്ങൾ സദാ എൻ്റെ ഉള്ളിൽ സന്നിധാനം കൊള്ളട്ടെ. ജടായുവിൻ്റെ ആ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ തരളനാക്കി. അദ്ദേഹം കനിഞ്ഞ മനസ്സോടെ അടുത്തിരുന്ന് ആ ഉടൽ കൈകൊണ്ട് തലോടിക്കൊടുത്തു. സങ്കടാശ്രു ഒഴുകുന്ന കണ്ണുമായി ശ്രീരാമചന്ദ്രൻ അപേക്ഷിച്ചു, എൻ്റെ പത്നിയുടെ വർത്തമാനം മുഴുവൻ പറയൂ. ജടായു പറഞ്ഞു, രാവണൻ ദേവിയെ തെക്കു ദിക്കിലേക്കാണ് കൊണ്ടുപോയത്. ഇനിയൊന്നും പറയാൻ വയ്യ. അത്രത്തോളമുണ്ട് മരണവേദന. ശുഭം വരാൻ അനുഗ്രഹിക്കണം. അങ്ങയെ കണ്ടുകൊണ്ടിരിക്കവേ മരണം നേരിടുന്നത് മോക്ഷം നേടിത്തരുമല്ലോ. ഇത് സാധിച്ചത് അങ്ങയുടെ ദയയ്ക്ക് അടിയൻ പാത്രമായതുകൊണ്ട് തന്നെ. അങ്ങ് എപ്പോഴും എൻ്റെ ഉള്ളിൽ വാഴണം. അങ്ങയുടെ ആകർഷകമായ ഈ നീല തിരുമേനി അന്ത്യനിമിഷത്തിൽ ഇതാ ഇങ്ങനെ കാണായല്ലോ. ഇത് നിമിത്തം സംസാരബന്ധമറ്റ് ഞാൻ മോക്ഷത്തിന് പാത്രമാവുന്നു എന്നത് തീർച്ചയാണ്. അടിയൻ വാസ്തവത്തിൽ അങ്ങയുടെ ദാസൻ മാത്രം. എന്നാലും ഇപ്പോൾ ബന്ധുത്വം ഭാവിച്ച് ആ അന്തിമലരിപ്പൂ പോലുള്ള തൃക്കരം കൊണ്ട് അടിയനെ മെല്ലെ സ്പർശിക്കണം. എന്നാൽ അവിടത്തെ പാദങ്ങളുമായി ഐക്യം പ്രാപിക്കാമല്ലോ. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ പക്ഷിശ്രേഷ്ഠനെ തലോടിക്കൊടുത്തു. പതുക്കെയുള്ള ആ തലോടൽ പരിപൂർണമായ ആനന്ദം പകരുന്ന വിധത്തിലായിരുന്നു. അതോടെ ജടായുവിൻ്റെ മരണം നടന്നു. ലക്ഷ്മണനെ കൊണ്ട് സംസ്കാരകർമ്മം നടത്തിച്ചു. ഉദകക്രിയ പൂർത്തിയാക്കി. പിതൃക്കളെ ഉദ്ദേശിച്ചുള്ള പിത്രാർത്ഥം എന്ന ക്രിയ ജടായുവിൻ്റെ സദ്ഗതി ഉറപ്പുവരുത്താനുള്ളതായിട്ട് തന്നെയായിരുന്നു. അതെല്ലാം ലക്ഷ്മണനെ കൊണ്ട് ചെയ്യിച്ചു.
പിന്നീട് ജടായുവിന് സാരൂപ്യം വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതോടെ വിഷ്ണുവിൻ്റെ രൂപം ജടായുവിന് സിദ്ധിച്ചു. തേജസ്സുകൊണ്ട് ആ ജടായു രൂപം ദിക്കുകൾ മുഴുവനും വ്യാപിച്ചു. ഉയർന്നു പോകുന്ന ജടായു ഉടൽ കുനിച്ച് ശ്രീരാമചന്ദ്രനെ കുപ്പിത്തൊഴുത് മികച്ച ഭക്തിയോടെ സ്തുതി ചൊരിഞ്ഞു. അതിമനോഹരമായ ആ സ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महितकटाक्षवीक्षपितामरशुचं रहितावधिसुखमिन्दिरामनोहरं श्यामलं जडामकुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामम्. भुवनकमनीयरूपमीडितं शतरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामम्. भवकाननदवदहननामधेयं भवपङ्कजभवमुखदैवतं देवं धनुजपतिकोटि सहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामम्. भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागरतरणाघ्रिपोतकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामम्. गिरिसुताहृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्जयदनुजेन्द्रसेवितपादं सुरपमणिनिभं प्रणतोऽस्म्यहं रामम्. परदारार्थ परिवर्जितमनीषिणा परपूरुषगुणभूति सन्तुष्टात्मना परलोकैकहितनिरतात्मना सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामम्. स्मितसुन्दर विकसितवक्त्राम्भोरुहं स्मृतिगोचरमसिताम्बुदकळेपरं सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामम्. ജലപാത്രൗഖസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം
ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ശ്രീരാമനാമസങ്കീർത്തനം ജയ ജയ രാമ രാമ.